നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ വിവാഹ ജീവിതം തകർക്കുന്ന ഈ തീരുമാനം നീ രണ്ടു കൈയും കെട്ടി കേട്ടുന്നോ? പോലീസ് ഓഫീസറല്ലേ അടിച്ചത്? പക്ക ക്രിമിനലുകളെ അടിക്കുന്ന അടിയാ ACP ഇതിന്റെ കാരണത്തിട്ട് താങ്ങിയത്. മതിയടി അട്ടഹസിച്ചത്. പഴയ ഭർത്താവല്ലേ, വീണ്ടും പ്രണയിച്ചേക്കാന്ന് കരുതി ഇഡലി ഇട്ട് കൊടുക്കുന്നു, ചിക്കൻ കാലുകൾ വിളമ്പുന്നു. അതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടക്കം പൊട്ടുന്ന പോലൊരടി. നിന്റെ പല്ല് പപ്പടം പോലെ പൊടിഞ്ഞിട്ടുണ്ടാവും. എന്നാ എനിക്കിട്ട് കിട്ടിയത് നിനക്കിട്ട് തന്നേക്കാം. എന്റെ കുഞ്ഞിന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ അത്രയ്ക്ക് വളർന്നോടി? ഇത്തിക്കണ്ണിയെ പോലെ ഇവിടെ കയറി ചുറ്റി പടർന്ന് ഞങ്ങളുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ നേരെ കൈ ഉയർത്തുന്നു. ദേ, നിന്റെ കൈ വെട്ടി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. അവൾ ഇവിടെ കയറി ഭരിക്കുന്നു. മുത്തശ്ശി, ഇവളെന്നെ നിർത്തടി. എന്റെ കൊച്ചുമോളെ ഇവളെന്നും എന്നെ മുത്തശ്ശി എന്ന് നീ വിളിക്കണ്ട. റെസ്പെക്റ്റോടെ സംസാരിക്കണം. ഞാൻ ഈ കുടുംബത്തിന്റെ ശാപം ഒഴിവാക്കാൻ ഒരു ത്യാഗം ചെയ്യുന്നവളാ. അത് നിങ്ങളും മനസ്സിലാക്കണം. ത്യാഗോ? എന്ത് ത്യാഗോ അടി? അത് നിന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നീ ചെയ്യുന്ന കൂലിവേലയായിട്ട് കരുതിയ മതിയടി. നീയേ ഇപ്പൊ ഇവിടുത്തെ സർവന്റ്. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം, അല്ലെങ്കിലേ നീ ജീവനോടെ തിരികെ പോവില്ല. മനസ്സിലായോടി? വാ മോളെ. ഇവരുടെ ഉപദ്രവം കൂടുതലാ. അവളുടെ കൂടെ എല്ലാവരും, കാർത്തി ഉൾപ്പെടെ അവളുടെ കയ്യിലാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വൈശാഖിനെ ഒന്ന് വിളിക്കാം. രാത്രി അവൻ വല്ല ബാറിലും ആയിരിക്കും. എന്നാലും വിളിക്കാം. ആ മൈഥിലി, ഞാൻ നിന്റെ ഒരു വിളി പ്രതീക്ഷിക്കായിരുന്നു. ആ പറയേ, എന്താ പുതിയ വിശേഷങ്ങള്? ഇവിടെ ഒരു രക്ഷയില്ലടാ. എല്ലാവരും എന്റെ നേരെയാ. മണ്ണുണ്ണി കാർത്തിക് 2 വട്ടം എന്റെ കർണത്തടിച്ചു. ആ റാസ്കളുടെ കഥ ഞാനിന്ന് രാത്രി തീർക്കട്ടെ. അതൊന്നും വേണ്ടടാ. നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. നീ ആ ആവേശമൂത്ത് ഇങ്ങോട്ട് വന്ന് അവന്റെ നേരെ ചെന്നാലേ നിന്നെ എല്ലാവരും കൂടി അലക്കുന്നത് ഞാൻ കാണേണ്ടി വരും. ദേ, എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യല്ലേ. എന്താ അവിടെ സംഭവിച്ചതൊക്കെ നീ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറ. അടിയും ഭീഷണിയും ഒക്കെ അങ്ങനെ നിക്കട്ടെ, അത് പിന്നെ സ്ഥിരം ഉള്ളതാണല്ലോ. ആ ബെഡ്റൂമില് അവളുടെ ശല്യം കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലടാ. അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? അത്രയും വേണോടാ? വേണം, അത് ചെയ്തേ പറ്റൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ശരിയടാ.
നീ ആർക്കാ മെസ്സേജ് അയച്ച് കളിക്കുന്നത്? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കൂട്ടുകാരിയാ. പേര് കുശലകുമാരി. കുശലകുമാരിയോ? ആ, എത്ര പെട്ടെന്ന് നീ ഓരോരോ പേരുകൾ കണ്ടെത്തുന്നത്. എന്തായാലും നീ തരികിടകളുടെ ആശാത്തിയാ. നീ കാരണം ഞങ്ങൾ ഔട്ട് ഹൗസിലായി. ഇയാളും ഭാര്യയും പക്ഷെ പെരുവഴിയിലാവും. ആരാണ് ഈ നെറുകെട്ടതും വൃത്തികെട്ടതുമായ തീരുമാനങ്ങൾ എടുത്തത്? ഏതാണോ ജോത്സ്യൻ? അയാളെ എനിക്കൊന്ന് കാണണമല്ലോ. അച്ഛാ അത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് ആരാണെന്ന് എന്റെ അമ്മയാണോ? എങ്കില് അമ്മയോട് എനിക്കൊന്ന് ചോദിക്കണമല്ലോ. അച്ഛാ, നിന്റെ വിവാഹ ജീവിതം തകർക്കുന്ന ഈ തീരുമാനം നീ രണ്ട് കൈയും കെട്ടി കേട്ടു നിന്നോ? അഭിപ്രായ സ്ഥിരതയോടും ആദർശ ധീരതയോടും വളരാനാ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. മൗലികമായ അവകാശങ്ങൾ ആരുടെയും ഔദാര്യവും അല്ല, അത് ഓരോരുത്തരുടെയും അവകാശം തന്നെയാ. ആ മാധുരെ കെട്ടിയതിനു ശേഷം ഇയാൾക്ക് വലിയ വോയിസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാ ശബ്ദം ഉയർത്തി തുടങ്ങിയത്. നന്ദിനി ദേവിയുടെ ഭർത്താവല്ലേ? മഹനിയായ എന്റെ അമ്മായിയമ്മ ഒന്ന് തുറിച്ചു നോക്കിയാ മതി, ഇയാളെ തെരട്ട ചുരുളും പോലെ ചുരുളും. എന്റെ മോളെ ഇനി ഇങ്ങനെ ദ്രോഹിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ചോദിച്ചേ പറ്റൂ. എവിടെ അമ്മ? അയ്യോ അച്ഛ, അച്ഛ പോരുത്. മുത്തശ്ശി ആകെ തകർന്നിരിക്കുക. ഇപ്പൊ അച്ഛൻ മുത്തശ്ശിയോട് ഇതിനെ പറ്റി ചോദിക്കരുത്. വിടോ. ഞാൻ രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനാ, നിന്റെ അച്ഛൻ. എനിക്കിത് ചോദിച്ചേ പറ്റൂ. അച്ഛാ, മകളുടെ ജീവിതം തകർക്കുന്നത് കണ്ട് കൈയും കെട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛ പ്ലീസ് അച്ഛ. ഇരിക്കപ്പിണ്ടം വെച്ച് പണ്ട് പുറത്താക്കിയതാ, ഇപ്പോ അടികൊണ്ട് പുറത്തേക്ക് പോവാൻ പോവാ. മീനാക്ഷി വഴി മാറിക്കേ, മാറിക്കാൻ. അച്ഛ വേണ്ട ജേട്ട, അമ്മയുമായി വഴക്കുണ്ടാക്കരുത്. പിന്നെന്താ, അമ്മ കാണിക്കുന്ന ഈ അന്യായത്തിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണം? നമ്മുടെ അമ്മ ഒരു അന്യായവും കാണിച്ചിട്ടില്ല ജേട്ടാ. ജോത്സ്യര് പ്രശ്നം വെച്ചപ്പോഴും ഈ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ നടക്കുന്ന കണ്ടു. അതിന് ജോത്സ്യൻ നിർദ്ദേശിച്ച പരിഹാരക്രിയ ഇത്. മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങളെ ഉള്ളോ പരിഹാരക്രിയക്കായിട്ട്? അത് ജ്യോതിഷല്ലേ ജേട്ടാ, ജ്യോതിഷം സത്യമാണ്. അമ്മ അതിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞത് നിസ്സാരക്കാരനല്ല, വാഴപ്പാടി തിരുമേനിയാ. വാഴക്കാലായും കപ്പക്കാലായും ഇങ്ങനെയുള്ള യൂസ്ലെസ്സുകളാ പല തറവാടുകളും കുളം തോണ്ടുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.